ഓറയെ പറ്റി പറയുമോ ചേച്ചി? ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു എന്തോ ചെറിയ ഒരു വീഡിയോ ഞാൻ ഇട്ടതിൽ പറയണ്ടായി, നിങ്ങൾക്ക് അസൂയ ഉണ്ടോ എന്ന് ചോദിച്ചതിനകത്ത്. അപ്പോൾ ഞാൻ ഓറയെ പറ്റി പറയാം. ഓറ എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കുന്നതെന്നും പറയാം. പല രീതിയിലായിരിക്കും പലരും ആ ഓറ ഉണ്ടാക്കിയെടുക്കേണ്ടത്. സോ ഒരു ഹൈ എനർജി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്റ്റീവ് വലയമാണ് നമ്മൾ ഓറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ പണ്ടത്തെ കാലത്തെ ആളുകൾ പറയുന്നില്ലേ, ഒരു ലക്ഷ്മണരേഖ നീ താണ്ടരുത് കേട്ടോ എന്ന് പറയും പെൺകുട്ടികളോടത്തൊക്കെ. അതായത് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴോ അതായത് ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ചുറ്റിനും വരച്ചിട്ടുണ്ടാവും. അത് നമ്മുടെ മാതാപിതാക്കൾ തന്നെയായിരിക്കും എപ്പോഴും. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതകരമായിട്ട് അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത്. പിന്നെ അതാണ് ഒരു പ്രൊട്ടക്ഷൻ. നമുക്ക് അപകടങ്ങൾ വന്നു ചേരുന്നത് പലരും പല രീതിയിൽ പറയും. നമ്മുടെ എനർജി ലോ ആകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മളുടെ മനസ്താപം നമ്മളെ തന്നെ കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അപകടങ്ങളിൽ ചെന്ന് പെടുമ്പോൾ ആ അപകടങ്ങളിൽ നമ്മളെ രക്ഷിക്കുന്നത് നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണെന്നാണ്. അത് കറക്റ്റാണ്. ഫസ്റ്റ് നമ്മളെ രക്ഷിക്കുക അവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവുമാണ് കേട്ടോ. അതിന് യാതൊരു തർക്കവുമില്ല. എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഉള്ളത്, നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഗുരുക്കന്മാർ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞു, അപ്പോൾ പലരും അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ ബ്രഹ്മകുമാരീസിൽ പോകുന്നുണ്ട്, സാധനയൊക്കെ അവരുടെ ആയിരിക്കും ഇപ്പോൾ ചെയ്യുന്നത്. വളരെ നല്ലത്. ഏതെങ്കിലും ഒരു സാധന നമ്മൾ ഇപ്പം ക്രിസ്ത്യൻസിനാണെങ്കിൽ അവർ എവ്രി സൺഡേ പോകുന്ന ആ ഒരു അവസ്ഥ, മുസ്ലിംസിനാണെങ്കിൽ എവരി 4-5 നേരം നിസ്കരിക്കുന്ന അവസ്ഥ, ഇതെല്ലാം നമ്മുടെ ഓറ ഡെവലപ്പ് ചെയ്ത് വരും. അപ്പം ഈ ഹിന്ദുക്കൾക്ക് മാത്രം അതിനൊരു ഒരു ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പ്രോസസ്സ് ചെയ്യുന്നത് കാണാറില്ല. കാരണം അവർ പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ തന്നെ ഹിന്ദുക്കൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഹൗ ടു എങ്ങനെ നമ്മൾ നാമം ജപിച്ച് നമ്മുടെ ഓറ കൂട്ടി വെക്കേണ്ടത്, നമ്മളുടെ നാമജപം കൊണ്ട് എന്തൊക്കെ സാധിക്കും, അതൊക്കെ വേറെ വിഷയം. ഞാനിപ്പോൾ ഓറയെ പറ്റി പറയുന്നത്, നമുക്കൊരു സംരക്ഷണ കവചം ഉണ്ടാക്കും. നമ്മൾ ലക്ഷ്മണരേഖയെ പറ്റിയിട്ട് വായിച്ചിരിക്കുന്നത് രാമായണത്തിലല്ലേ. അപ്പോൾ ആ കഥ എനിക്ക് പറയാൻ പറ്റുള്ളൂ. രാമായണത്തിൽ പറയുന്നത് സീതാദേവിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അത് കഥയാകാം നടന്നതാകാം എന്തുമാവട്ടെ, ഒരു വലയം വരച്ചിട്ട് ലക്ഷ്മണൻ മാരീചൻ്റെ പുറകെ പോവുകയാണ്. മാരീചൻ എന്ന് പറഞ്ഞത് മാനിൻ്റെ രൂപത്തിൽ വന്ന് സീതാദേവിയെയും ലക്ഷ്മണനെയും പറ്റിക്കാൻ വേണ്ടി വന്നതാണ്. ലക്ഷ്മണന് മനസ്സിലാകുന്നുണ്ട്, കാരണം ഈ പറഞ്ഞ പോലെ ഗുരുക്കന്മാരുടെ അടുത്തുള്ള ശിക്ഷണങ്ങളും എല്ലാം കൊണ്ട് അവർക്കറിയാലോ എങ്ങനെയൊക്കെയാണ് രാക്ഷസന്മാർ നമ്മളെ പറ്റിക്കാൻ വരിക എന്നുള്ളത്. അതറിയാൻ വയ്യാത്ത സീതാദേവി പറഞ്ഞയക്കുകയാണല്ലേ രാമനെ നോക്കൂ, രാമൻ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹം പറയുന്നുണ്ട് അത് രാമൻ്റെ സൗണ്ട് അല്ല എന്ന് പറയുന്നുണ്ട്. എന്നാലും സീതാദേവി എന്തൊക്കെയോ അബ്യൂസസ് ഒക്കെ പറഞ്ഞ് വിടുകയാണ്. നിനക്ക് എന്താണ് എൻ്റെ ഭർത്താവിനെ പോയി നോക്കാൻ, നിനക്ക് എന്താണ് നിൻ്റെ ഉള്ളിലുള്ള കുടല ചിന്ത, എന്താണ് നീ ചിന്തിക്കുന്നത്? എന്തെങ്കിലും കുടില തന്ത്രങ്ങളുണ്ടോ നിൻ്റെ മനസ്സിൽ? നീയും ഒരു എന്താ പറയുക, ക്ഷത്രിയനല്ലേ, നിനക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ കാണും. എന്നെ പരിണയിക്കാനായിരിക്കുമല്ലേ നിൻ്റെ ചേട്ടൻ മരിച്ചു കഴിയുമ്പോൾ. ഇവൻ പേടിച്ചു പോവാണ്, അയ്യോ ഇതിൽ കൂടുതൽ ശാപവാക്കുകൾ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ ഉള്ളതാണോന്ന് അറിയില്ല, പല പല രാമായണങ്ങളുണ്ട്, അതിൽ ഏതോ ഒരെണ്ണം കേട്ടതാണ് കേട്ടോ ഇത്. നീ ഇതിൻ്റെ പേരിൽ എന്നോടൊന്നും പറയാൻ വരരുത്. സോ അതിൽ ലക്ഷ്മണരേഖയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ലക്ഷ്മണരേഖ വരച്ചിട്ട് പോകുന്നു. ഒരു മുനിവരൻ വരുമ്പോൾ ഈ ലക്ഷ്മണരേഖ താണ്ടാൻ അദ്ദേഹം പ്രേരിപ്പിക്കുന്നു. രാവണനാണ് വരുന്നത്. അത് ആ പ്രേരണയിൽ വീണ് കാലെടുത്ത് വെക്കുകയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നത്തെ സൊസൈറ്റിയിൽ കൂടി ഈ ലക്ഷ്മണരേഖ ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയട്ടെ. ലക്ഷ്മണരേഖ എന്ന് പറയുന്ന ഒരു സംഭവം, അദൃശ്യമായ ഒന്ന് നമ്മൾ തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കണം. അതിനെ മീറി ആരും വരാൻ സമ്മതിക്കരുത്. ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ഈയിടെ ഞാൻ കേട്ട ഒരു കാര്യമാണ് കേട്ടോ. ഒരു പെൺകുട്ടി നഗരത്തിൽ പഠിക്കാൻ വന്നു, എറണാകുളത്ത് നിന്നിരിക്കട്ടെ. അവിടെ പഠിക്കാൻ വന്നിട്ട് ആ കുട്ടിയുടെ പഠിത്തം ഇങ്ങനെ ഈ പല കോഴ്സസൊക്കെ ഉണ്ടല്ലോ, അത് പകുതിയായി, എന്തോ ഒരു പകുതി കോഴ്സ് കഴിഞ്ഞു, ഇനി പകുതി ഉണ്ട് തീരാൻ. അപ്പോൾ നഗരത്തിൽ നല്ല സുഖമായിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല പണമുള്ള വീട്ടിലെ പയ്യനെ അച്ഛനും അമ്മയും അറിയാതെ ലിവിങ് ടുഗദർ പോലെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പയ്യൻ്റെ അച്ഛനും അമ്മയും കണ്ടപ്പോൾ ഈ കുട്ടി നല്ല കുട്ടിയാണ്, അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ, അവർ രജിസ്റ്റർ വിവാഹം ചെയ്തിട്ട് താമസിക്കൂ, അച്ഛനും അമ്മയോടും പിന്നെ പറയാം എന്ന് പറഞ്ഞ് രജിസ്റ്റർ വിവാഹം ചെയ്യിപ്പിക്കുകയാണ്. ഇവിടെ ആരാണ് ലക്ഷ്മണരേഖ താണ്ടിയത്? പെൺകുട്ടി
അല്ലേ? ലക്ഷ്മണരേഖ താണ്ടാൻ സഹായിച്ചത് ആരാണ്? ആ പയ്യൻ്റെ അച്ഛനും അമ്മയും പയ്യനും കൂടി. അപ്പോൾ അതിനകത്ത് ആരുടെയാണ് കുറ്റം? അവരവരുടെ മകൻ്റെ സുരക്ഷിതത്വം ആലോചിച്ച് വേണം. ദൈവമേ, ഇങ്ങനെ കല്യാണം കഴിക്കാതെ ഒരു പട്ടണത്തിൽ വീടെടുത്ത് താമസിച്ച് കഴിഞ്ഞാൽ ആ പയ്യനുണ്ടാകാൻ പോകുന്ന ദോഷവും ഇനിയൊരു ഫ്യൂച്ചർ എന്താകും, പിന്നെ ഒരു പക്ഷേ കുട്ടി ഇട്ടിട്ട് പോയാൽ അവൻ്റെ അവസ്ഥ എന്താ, അതൊക്കെ ഓർത്തിട്ടായിരിക്കും ആ മാതാപിതാക്കൾ അങ്ങനെ പറഞ്ഞത്. ഈ പെൺകുട്ടി അത് എന്ത് ഉറപ്പിലായിരിക്കും ആ കുട്ടി അതിലേക്കൊക്കെ എടുത്ത് ചാടുന്നത്. അച്ഛനമ്മമാരെ ഒരു നിമിഷം കൊണ്ട് വേണ്ടാന്ന് വെക്കുന്ന ഒരു ബന്ധം എവിടെ നിന്നാണ് ആ ധൈര്യം വരുന്നത്? ബിക്കോസ് ഈ ലക്ഷ്മണരേഖ ലംഘിക്കാൻ സീതാദേവി ആ ഒരു മിനിറ്റിൽ ഇങ്ങനെ എടുത്തങ്ങ് വെച്ചതല്ലേ പ്രശ്നമായി. അതേപോലെ തന്നെ നിങ്ങൾ ഒരു മിനിറ്റ് അല്ല, 10 വട്ടം അല്ല, 100 വട്ടം ആലോചിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അതും സ്വന്തം അച്ഛനമ്മമാരെ ഒരുപാട് വേദനിപ്പിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയാണ് നല്ലത് എന്നാണ് എൻ്റെ പഴയ ബുദ്ധിയാണെന്ന് പറയും. ചേച്ചി കാലമൊക്കെ പോയി എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകാം. പക്ഷേ ഇത് ഈ ഒരു ഓറ ക്രിയേറ്റ് ചെയ്തെടുക്കണമെങ്കിൽ ആ അമ്മയുടെയും അച്ഛൻ്റെയും മനസ്സിനകത്ത് ആ കിടന്ന് ഇങ്ങനെ തിളക്കിയായിരിക്കില്ലേ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അവരിപ്പോൾ അത്രയും വിശ്വസിച്ചായിരിക്കില്ല കുട്ടീനെ പഠിപ്പിക്കാൻ വിട്ടിരിക്കുന്നത്. എങ്ങനെ അത് സാധിക്കുന്നു എന്ന് എനിക്കറിയില്ല. അവരവിടെ പോകുന്നില്ലയോ, പോയി അന്വേഷിക്കുന്നില്ലയോ, മകൾ എവിടെയോ താമസിക്കുന്നതെന്ന് നോക്കുന്നില്ലയോ, ഇതൊക്കെ ആയിരിക്കാം ആ കുട്ടി അത് അഡ്വാൻറ്റേജ് എടുത്തത്. അപ്പോൾ ലക്ഷ്മണരേഖ സ്ട്രോങ് അല്ല അവിടെ. മാതാപിതാക്കൾ എപ്പോഴും 2 ആഴ്ചയോ 3 ആഴ്ചയോ കൂടുമ്പോൾ പെട്ടെന്ന് പറയാതെ സർപ്രൈസ് അല്ലേ അങ്ങനെയൊക്കെ ചെല്ലുക. നിങ്ങൾ അതായത് അച്ഛനമ്മമാർ ചിലപ്പോൾ വല്ല ദൂരെയുള്ള സ്ഥലത്ത്, വയനാട് എന്നൊക്കെ വെച്ചോളൂ, അവിടെ നിന്ന് വണ്ടി പിടിച്ച് ഇവിടെ വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവരങ്ങ് ട്രസ്റ്റ് ചെയ്തിരിക്കുകയാണോ, അതോ അവർക്ക് അതിനുള്ള ആരോഗ്യമോ പണമോ ഒന്നും ഇല്ലാത്തവരാണോ? അങ്ങനെയൊക്കെ ഇല്ലാത്തവരെയാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇറ്റ് ഈസ് റോങ് അല്ലേ? അത് ഈ പറഞ്ഞ നിങ്ങളുടെ ഓറ വീക്കൻ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ഈ ഓറ വീക്കൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് നല്ല ഇതിൽ വെക്കണമെങ്കിൽ ഉറച്ചു നിൽക്കുക. ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഞാൻ ചെയ്യില്ല. എൻ്റെ അച്ഛനും അമ്മയുമാണ് എനിക്ക് താങ്ങായി വരേണ്ടത്. എന്താണെന്നുള്ളത് അവരോട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഒരു പക്ഷേ ഒരു ചെറിയ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സുഖമായിട്ട് താമസിക്കാം, ഇവൻ്റെ ചിലവിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകും, നമ്മൾ നന്നായിട്ടിരുന്ന് പഠിച്ചാൽ മതി, അങ്ങനെ വിചാരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ചെയ്തു വെച്ചേക്കുന്ന ഈ രജിസ്റ്റർ മാരേജിൽ നിന്ന് അവർക്ക് പുറത്ത് കിടക്കാൻ പറ്റുമോ? ഇനിയൊരു ഡൈവോഴ്സ് പ്രൊസീഡിങ്സിലൂടെ പോയാൽ മാത്രമാണ് ആ കുട്ടിക്ക് ആ പയ്യനിൽ നിന്നും ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്നുള്ള ഇതെല്ലാം വിച്ഛേദിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ അറിയാതെ ആണോ ഇന്നത്തെ കാലത്ത് കുട്ടികൾ അതിലൊക്കെ ചെന്ന് പെടുന്നത്? എനിക്കറിയില്ല, ആയിരിക്കില്ല എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ ഈ ടോക്സ് കേൾക്കുന്നത് വഴി അറ്റ്ലീസ്റ്റ് കുറച്ച് പേർക്കെങ്കിലും അയ്യോ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊന്ന് ചിന്തിക്കട്ടെ അല്ലേ? എന്തിനാണ് നമ്മളുടെ സമയവും പിന്നെ നമ്മുടെ ശരീരവും എല്ലാം വെറുതെ പാഴാക്കി കളയുന്നത് ഇങ്ങനെ ഉറപ്പില്ലാത്ത ബന്ധങ്ങളുടെ പേരിലോ അല്ലെങ്കിൽ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്? അപ്പോൾ ഇവിടെയാണ് ഞാൻ പറയുന്ന ലക്ഷ്മണരേഖ നിങ്ങൾ വരച്ചിടേണ്ടത്. നിങ്ങൾ ആ പയ്യൻ്റെ അടുത്ത് പറയേണ്ടതായിരുന്നു. ആ പെൺകുട്ടി അത് കേൾക്കുന്നുണ്ടാവില്ലായിരിക്കും. ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയേണ്ടതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്നെ കിട്ടില്ല. അപ്പോൾ എന്താവുമെന്ന് വെച്ചാൽ യു ആർ ബിക്കമേ ഹൈ ലെവൽ വുമൺ ആകുകയാണ് നിങ്ങൾ. ഹൈ തോട്ട്സ്, ഹൈ എനർജി, ഹൈ സ്പിരിറ്റ്സ് എല്ലാം ഹൈ ആയിട്ട് വെക്കണം. ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് കല്യാണത്തെ പറ്റിയുള്ള മോഹങ്ങളോ അതും ഒരുപാടല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി, അതായത് കല്യാണം എന്ന് പറഞ്ഞാൽ കല്യാണ ഫങ്ഷൻസ് നടത്തുന്നതൊക്കെ കണ്ടിട്ടില്ലേ? എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരുടെ രീതിയിൽ എന്താ പറയുക, സിനിമയിൽ കാണുന്ന പോലെ കായലോരത്ത് കടലോരത്ത് ഒക്കെയല്ലേ കല്യാണം നടത്തുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിച്ചു കൂട്ടി. നിങ്ങളുടെ ലക്ഷ്മണരേഖ അങ്ങനെ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ടു പ്രൊട്ടക്റ്റ് യുവർ സെൽഫ്. എൻ്റെ ഒരു വലിയ മോഹമാണ് ഈ കല്യാണങ്ങൾ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഈ പയ്യനെ അവിടെ നിർത്തണം. ആ ലക്ഷ്മണരേഖയ്ക്ക് അപ്പുറത്ത് നിർത്തണം. അത് തന്നെയായിരിക്കണം. അല്ലാതെ സ്വന്തമായിട്ട് ഈ രേഖയെല്ലാം മാച്ച് കളഞ്ഞിട്ട് നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞാൽ there your aura will go down. അപ്പോൾ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടേണ്ട സമയത്ത് പ്രൊട്ടക്ഷൻ കിട്ടില്ല. വലിയ വലിയ അപകടങ്ങളിൽ നിന്നെല്ലാം ചിലരെല്ലാം പോലും ഏൽക്കാതെ രക്ഷപ്പെട്ടു വരുന്നത് പോലും ഈ ഓറ ഉള്ളത് കൊണ്ടാണ്. ഈ നാമജപം ഉണ്ടാകും, അല്ലെങ്കിൽ അച്ഛനമ്മമാരുടെ നിരന്തര പ്രാർത്ഥന ഉണ്ടാകും. ഇതെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്മണരേഖ വരച്ച് അതിനെ ഭേദിക്കാതെ നിങ്ങൾ സ്വയം ഒരു പ്രൊട്ടക്ഷൻ സ്വീകരിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ ലോകമാണ്. ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു ആർട്ടിക്കിൾ വായിക്കുകയുണ്ടായി.
ഹോബോ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. ഹോബോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ ഈ പോകുന്ന സ്ഥലങ്ങളിൽ എന്താ അവിടുത്തെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു കല്യാണം, ഹോബോ കല്യാണം അല്ല, ടുഗദർ, ലിവിങ് ടുഗദർ ആണ് അതിനെ പറയുന്നത്. ഹോബോ എന്നാണ് അത്ര, ഹോബോ മാരേജസ് എന്നോ അങ്ങനെ എന്തോ പറയുന്നതായിട്ടാണ് വായിച്ചത്. അതൊരു മാരേജ് അല്ല, അതൊരു സമ്മേളനം. എന്തിനു വേണ്ടിയിട്ട്? ഈ ഒരു എന്താ പറയുക, ഈ സിറ്റിയിൽ താമസിക്കണമെങ്കിൽ വളരെ വാടക കൂടുതലാണ്, ഭക്ഷണം കൂടുതലാണ്, സ്വന്തം ചിലവുകൾ നോക്കാനുള്ള ബുദ്ധിമുട്ട്. ഒരുപക്ഷെ വളരെ ബാക്ക്ഗ്രൗണ്ട് കുറഞ്ഞ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഇതെല്ലാം വേണം. പക്ഷെ അതിനുള്ള സാഹചര്യം വീട്ടിലില്ല. എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് വന്ന് പെടുന്നുണ്ട്. അത് പെൺകുട്ടികളാണ് അധികവും അതിന് വഴിവെച്ചു കൊടുക്കുന്നത്. കാരണം ആൺകുട്ടികൾ വന്ന് കുറച്ച് പൈസ ഉള്ള വീട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലിയുള്ള പയ്യനാണെങ്കിൽ ഇതുപോലെ ഒരു പെൺകുട്ടിയെ വളച്ചെടുക്കുമ്പോൾ ആ പയ്യന് വേണ്ടത് ഈ എന്താ പറയുക, മറ്റുള്ള കാര്യങ്ങൾ പെൺകുട്ടികളിൽ നിന്ന് കിട്ടാവുന്ന ഒരു പക്ഷേ ഫുഡ് ഉണ്ടാക്കി കൊടുക്കും, പിന്നെ കിടപ്പറയിൽ കൂടെ കിടക്കും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സൗകര്യപ്രദമായിട്ട് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും പയ്യന്മാർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിർത്തിക്കോളൂ. ദിസ് ഈസ് ഗോയിങ് ടു ബി ആൻ ഇമോഷണൽ ഡ്രെയിൻ. ഈ ഓറ നിങ്ങൾക്ക് പിന്നെ ഉണ്ടാവില്ല സംരക്ഷിക്കാനായിട്ട്. ബിക്കോസ് നിങ്ങളുടെ അപ്പനപ്പൂപ്പന്മാരോ നിങ്ങളോട് വളരെ ചേർന്ന് നിന്നിരുന്ന നിങ്ങളുടെ കാരണവന്മാരിൽ ആരെങ്കിലും മരിച്ചു പോയവരുടെ ഒരു എനർജി നിങ്ങളെ സംരക്ഷണയിലുണ്ടെങ്കിൽ, ഇഫ് യൂണിവേഴ്സ് ഇസ് ട്രൂ, ദർ ആർ സോ മെനി എനർജീസ് അറൗണ്ട് അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് ട്രൂ ആണെന്ന് നമുക്കറിയാം, അവിടെ കുറേ എനർജീസ് ഉണ്ടെന്നറിയാം. നമ്മൾ ഫലപ്രദമായിട്ട് ആ എനർജീസിനെ യൂസ് ചെയ്താണ് നമ്മൾ വിമാനം പറത്തുന്നത് എല്ലാം അല്ലേ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള എനർജികളുള്ള യൂണിവേഴ്സിൽ ഇങ്ങനെ നമ്മളെ സംരക്ഷണയോടെ നടത്തിക്കൊണ്ട് പോകുന്ന എനർജീസും കാണുമല്ലോ, അതിന് നിങ്ങൾക്ക് തർക്കമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ ചേച്ചി മണ്ടത്തരം പറയല്ലേ എന്ന് പറയരുത്. ദൈവമേ, ഇതൊരു ഫിലോസഫിക്കൽ ആൻഡ് സ്പിരിച്വൽ തോട്ടായിട്ട് എടുത്തോളൂ നിങ്ങൾ. ഈ എന്താ പറയുക, അതിനെ വികലമാക്കല്ലേ എന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് സംരക്ഷണം തരുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന എനർജീസ് യൂസ് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം? ആലോചിച്ച് നോക്ക്. ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പണ്ട് ഒരു വാഹന അപകടത്തിൽപ്പെട്ടത്, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ട കഥയുണ്ട് ഇതിനകത്ത്. ആക്സിഡൻ്റ് ഉണ്ടായത് ആ സമയത്ത് എനിക്ക് വല്ലാത്തൊരു തോന്നലായിരുന്നു. എന്തുകൊണ്ടുണ്ടായെന്ന് വെച്ചാൽ ഞാൻ ആവശ്യമില്ലാതെ എൻ്റെ നാക്ക് ഉപയോഗിച്ചുകൊണ്ടുണ്ടായെന്നാണ് ഞാൻ അന്നും പറഞ്ഞത്. പോട്ടെ. പക്ഷേ ഞങ്ങൾക്ക് ഒരു തരിമ്പ് ഒടിവോ ചതവോ സംഭവിക്കാതെ എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെട്ടത്? അത് ആ അച്ഛനമ്മമാരുടെ അനുഗ്രഹവും എന്താ പറയുക, മരിച്ചു മൺമറഞ്ഞു പോയ പിതാക്കന്മാരുടെ ആ ഒരു കവചവും ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഹിന്ദുസ് പല കവചങ്ങളുണ്ട്. നാരായണ കവചം അല്ലേ, സുബ്രഹ്മണ്യ കവചം, അതെല്ലാം ഹനുമാൻ ചാലിസ, ഇതെല്ലാം ജപിക്കുന്നവർക്ക് ഒരു പ്രത്യേക ഓറ ഉണ്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട്. അത് നമുക്കിങ്ങനെ അപകടങ്ങൾ എന്തുകൊണ്ട് പറ്റുന്നു അപ്പോൾ എന്ന് വെച്ചാൽ അത് അവരുടെ കയ്യിലല്ല, പക്ഷെ നമ്മളെ സംരക്ഷിക്കേണ്ടത് ചുമതല അവർക്ക് സാധിക്കും, അവരുടെ കയ്യിലാണ്, അവർക്ക് സാധിക്കും. അപ്പോൾ ഈ എനർജീസ് എല്ലാം കൂടെ ഒന്ന് പ്രവർത്തിച്ച് നമ്മളെ സംരക്ഷിക്കും എന്നാണ് പറയപ്പെടുന്നത്. അറിവുള്ളവർ പറയുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ നിങ്ങൾക്ക് കേട്ടത് പറഞ്ഞു തരുന്നു കേട്ടോ. ഇത് ഒരു അന്ധവിശ്വാസം വളർത്തലൊന്നും അല്ല. യുവർ ഓൺ എനർജി, യുവർ ഓൺ ബോഡിയെ അലൈൻ ചെയ്ത് നിങ്ങൾ നന്മകൾ മാത്രം, എല്ലാ തെറ്റുകൾ ചെയ്യുന്നവരുണ്ടാകും, പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ ഓറയെ അല്ലെങ്കിൽ ഹൈ ലെവൽ എനർജിയെ ലോ ആക്കാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. അത് നിങ്ങളുടെ കയ്യിൽ മാത്രമാണ്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പേസ് വൃത്തിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ജീവിക്കുന്ന ആ പ്രതലം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പ്രതലം നിങ്ങൾക്ക് എന്താ പറയുക, ഇറ്റ് വിൽ ബി ക്ലീനർ എന്ന് പറഞ്ഞാൽ അടക്കി പെറുക്കി വെക്കുന്ന ആ ക്ലീൻലിനെസ് മാത്രമല്ല ഞാൻ പറയുന്നത്, മനസ്സ് ക്ലീൻ ആക്കുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ഇടപെടാതെ ജസ്റ്റ് കീപ്പ് എ ലിറ്റിൽ ബിറ്റ് ഡിസ്റ്റൻസ്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്ന സഹായം ചെയ്തിട്ട് ഡിസ്റ്റൻസ് വെക്കുക. മലിനമാക്കരുത് മനസ്സ്. ചിലപ്പോൾ അവർക്ക് ചില ആളുകളെ ഇഷ്ടമില്ലായിരിക്കും, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങൾക്ക് ഇറ്റ്സ് ഫൈൻ വിത്ത് യു എങ്കിൽ നിങ്ങൾക്ക് ആ മലീമസമായിട്ടുള്ള സംസാരം കേൾക്കണ്ട എന്നുണ്ടെങ്കിൽ അവരെയും വെറുപ്പിക്കണ്ട, എന്നാൽ നിങ്ങൾ അതിലേക്ക് പോകുകയും അരുത്. അവരോടത്ത് പറയുക, എനിക്ക് ഇത് ഇപ്പോൾ ഒരു എനർജി ലെവൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പിന്നെ വി ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. എല്ലാവരും നമുക്ക് വേണം ഈ സമൂഹത്തിൽ. എല്ലാവരും നമ്മൾ എന്താ പറയുക, ഒരു ബാലൻസ്ഡ് വേയിൽ, സന്തുലിതാവസ്ഥയിൽ കാണണം അല്ലേ. ഇപ്പോൾ വീട്ടിലും നമ്മൾ പറയാറുണ്ട്, നമുക്ക് പറ്റില്ല, നമുക്ക് ചില സമയത്ത് ഇൻലോസുമായിട്ടൊക്കെ ഒത്തുചേരാൻ പറ്റില്ലാത്ത കുട്ടികളുണ്ട്. അത് ഇൻലോസിൻ്റെ കുഴപ്പമാകാം, ഹസ്ബൻഡിൻ്റെ കുഴപ്പമാകാം, ഈ കുട്ടിയുടെ തന്നെയും കുഴപ്പമാകാം. എന്നാലും അങ്ങനെ ഒത്തുപോകാൻ പറ്റാത്തവർക്കും ജീവിക്കണ്ടേ, അവർക്കും എവിടെയെങ്കിലും പോയി ജീവിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ളവർ അവനവൻ്റെ
കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് ഒരു ചെറിയ വീടെടുത്ത് മാറാൻ തന്നെയാണ് ഞാൻ എപ്പോഴും പറയുക. സോ ദീസ് ഓൾ whatever things which I told here, these are all a prominent factor in deciding your aura, whether it is a high one or how the protection is going to be എന്ന് പറയുന്നത്. It depends on your own definition of Lakshmana Rekhas. That is what I want to tell. നിങ്ങൾ നിർവചിക്കുന്ന ആ ലക്ഷ്മണ രേഖയുടെ അകത്ത് നിന്ന് നിങ്ങൾ വൃത്തിയായിട്ട് ജീവിച്ചു നോക്കൂ. എവ്രിതിങ് വിൽ കം ടു യു. പേഷ്യൻസ് വേണം, ഒരുപാട് ബഹളങ്ങൾ പാടില്ല. വലിയ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പം നമ്മളിലേക്ക് അത് വരാനൊരു തടസ്സം ഉണ്ടാകും. ആവശ്യമില്ലാതെ ആരോടും വഴക്ക് കൂടണ്ടെന്ന് തന്നെയാണ് കേട്ടോ. കാരണം എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. എത്ര നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കുനിഞ്ഞു കൊടുക്കുകയോ മറ്റുള്ളവർ പറയുന്നതെല്ലാം തലയാട്ടുകയോ ചെയ്യുമ്പോൾ ചില സ്ഥലങ്ങളിൽ the others are trying to breach into your space. മെൻ്റൽ പീസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരുണ്ടാകും. അവരെ നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ സ്പേസ് നമ്മൾ ഉണ്ടാക്കുക. ആരെയും വെറുപ്പിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുക. പക്ഷേ അത് നടക്കില്ല. കാരണം ഇഫ് ദർ ഇസ് എ കൈൻഡ് ഓഫ് jealousy, that pattern will again and again go on. കുറച്ച് നാൾ സബ്സൈഡ് ആയിട്ട് ഇരിക്കും അവർക്ക്. പിന്നെയും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്ന കാണുമ്പോഴേക്കും ജലസി ആകും. that will not bring in happiness if you're going to interact with the same person again and again. So better keep away from those who are creating എന്താ പറയുക, വെട്ടലുകൾ, എന്തായാലും പറയണേ, who are creating strikes. Who are creating strikes on your aura field. Don't do that. Don't allow them to do that. നിങ്ങളുടെ സ്പേസ് നിങ്ങൾ തന്നെ വൃത്തിയാക്കി വെക്കുക. മെൻ്റൽ സ്പേസിനെയാണ് കേട്ടോ എപ്പോഴും ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഔറ എന്താണെന്ന് ചോദിച്ച ആൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ ടിപ്പിക്കൽ ഒരു ഡിക്ഷണറി എടുത്ത് നോക്കി ഔറ എന്നാൽ എന്താണെന്ന് നോക്കിയിട്ട് കണ്ടുപിടിക്കുന്ന അതേ മീനിങ്ങിനെ ഞാനൊന്ന് ഡെവലപ്പ് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അത് എങ്ങനെ ആയിരിക്കും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്നാണ്. ഒരു സംരക്ഷണ കവചമാണത് ഈ ഔറ എന്ന് പറയുന്നത്. അതുണ്ടാക്കാൻ മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങളുടെ മതത്തിലുള്ള പ്രാർത്ഥനകൾ ചെയ്യുക. അതായത് 5 നേരം നിസ്കാരമാണ്, അത് ചെയ്യുക, എങ്ങനെയാണെങ്കിലും ചെയ്യുക. പിന്നെ ബൈബിളിൽ പറയുന്ന പോലുള്ള പ്രാർത്ഥനകൾ ഏതൊക്കെ നേരത്തൊക്കെ ചെയ്യണോ അതെല്ലാം ചെയ്യുക. ഹിന്ദുക്കൾക്ക് ഇങ്ങനെയുള്ള നിഷ്ഠാനങ്ങൾ ഇല്ലാത്തവർ ഒരു നിഷ്ഠാനം ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് ചെയ്യണം, ഏത് പ്രയർ ആയിരിക്കണം, തുടങ്ങുമ്പോൾ എന്തായിരിക്കണം എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിച്ചെടുക്കുക. ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഞാനായിട്ട് അതൊന്നും പറയാൻ പാടില്ല. ബിക്കോസ് ഐ എം നോട്ട് എൻ എക്സ്പേർട്ട് ഇൻ ദാറ്റ്. പക്ഷേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഞാനൊരു പ്രയർ എടുത്ത് വെച്ചിട്ട് ഞാനത് പാടുന്നു, ഞാനത് ചെയ്യുന്നു. രാവിലെ ഞാൻ അങ്ങനെയാണ് എൻ്റെ ദിവസം തുടങ്ങുക. യു ക്യാൻ ഫൈൻഡ് യുവർ ഓൺ വേ. കുട്ടികൾ കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിലുള്ള ആ ഒരു പോസിറ്റീവ് ഫീൽഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. യു വിൽ എക്സൽ എവരിവെയർ. എക്സൽ എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിലും ഒന്നാമൻ എന്നുള്ള അർത്ഥമല്ല. നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങൾ എക്സലൻ്റ് ആയിട്ട് ചെയ്യും, നിങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളിലേക്ക് വരികയും ചെയ്യും. ഞാനൊരു പെൺകുട്ടിയെ കണ്ടിട്ടുണ്ട് പണ്ട് കേട്ടോ. ഞാൻ കുറച്ച് നാൾ എനിക്ക് അറിയാം അവരെ. ആ കുട്ടി കാലുകളെല്ലാം എപ്പോഴും ക്ലീൻ ആയിരിക്കും. എപ്പോഴും നമുക്കിങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നുണ്ട്. അതിൻ്റെ കാലും കൈയും എല്ലാം വെരി ക്ലീൻ. ഷീ വിൽ ബി ഓൾവേസ്. അതിന് എക്സ്ട്രാ എഫേർട്ടൊക്കെ കൊടുത്ത് കൈയൊക്കെ നല്ല പോലെ അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടി വീട് വെച്ചപ്പോഴും ഞങ്ങൾ പോയായിരുന്നു. ആ വീടിനും അതേപോലെ ഒരു മനോഹാരിത, വെരി സിമ്പിൾ, 1-2 കസേരയും അതൊക്കെ ഉള്ളൂ, പക്ഷെ വെരി സിമ്പിൾ. പിൽക്കാലത്ത് ആ കുട്ടി വന്നിട്ട് ഒരു വലിയ ഒരു ലോ ഫേമിൻ്റെ ഓണറായിട്ട് മാറി. സോ അത് ഒരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. പല രീതിയിലും അവർക്കത് ഉണ്ടാകും. ഞാൻ കണ്ട കാഴ്ച ഇത്ര കുറച്ച് നാളെ എനിക്കറിയുള്ളൂ അവരെ, പക്ഷെ ആ സമയത്ത് ഞാൻ നോട്ടീസ് ചെയ്തതാണിത്. സോ ഇഫ് യു കീപ് ദീസ് തിങ്സ് പെർഫെക്റ്റ്, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു ടിപ്പായിട്ട് പറയാം. അതേപോലെ തന്നെ എനിക്ക് അറിയുന്ന ഇനിയൊരു ലോയറുണ്ട്. അവരും ഒരു സ്ത്രീയാണ്. അവർ എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട്, വലിയ കേസൊന്നും ഇല്ലാത്ത സമയത്ത് പോലും 4 മണിക്ക് എഴുന്നേറ്റിട്ട് അവർ കുളിച്ചിട്ട് അവരിരുന്ന് വായിക്കും. വെറുതെ ബുക്സ് എടുത്ത് വായിച്ച് എഴുതി വെക്കും. ഒരു കാര്യമല്ല, കേസ് എന്ത് വരാൻ പോണു കിട്ടാൻ പോണെന്നൊന്നും അവർക്കറിയില്ല. ഇന്ന് അവരൊരു ലോ ഫേമിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഹെഡാണ്. ഇതൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ചേച്ചി എന്താണ് ആവുന്നതെന്ന് വെച്ചാൽ ഞാനും ആയതാണ് കേട്ടോ. എൻ്റെ വേറെ ഒരു പ്രോബ്ലം എന്തായിരുന്നു എന്ന് വെച്ചാൽ 2 പേരുടെയും കൂടെ
എന്താ പ്രൊഫഷൻ ഒന്നിച്ച് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സ്ഥലം മാറേണ്ടി വന്നു. എവിടെയെങ്കിലും എൻ്റെ ഓറ ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അത് അഫക്റ്റ് ആയിട്ടുണ്ടാകാം എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് എൻ്റെ കുടുംബജീവിതം നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നത്. അങ്ങനെയും ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ എനിക്ക് ഇത് ഭയങ്കര സന്തോഷമായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെ എൻ്റെ പ്രൊഫഷൻ അവിടെ വിടേണ്ടി വന്നുവെങ്കിലും ഇവിടെ വന്നിരുന്നത് കൊണ്ടാണ് ഞാൻ യൂട്യൂബ് തുടങ്ങിയതും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം തുടങ്ങിയതിലും. ഇൻസ്റ്റഗ്രാമിലൊക്കെ എനിക്ക് 66,000 കൂടുതൽ ഫോളോവേഴ്സായി. ഐ എം സോ ഹാപ്പി അബൌട്ട് ഇറ്റ്. ഞാൻ പറയുന്ന കേൾക്കാൻ കുറച്ച് അതിൽ എപ്പോഴും ഒരു 10,000 30,000 ഒക്കെ വ്യൂസ് എപ്പോഴും ഉണ്ടാവും ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനും. അത് ചെറിയ വീഡിയോസ് ആയതുകൊണ്ട് കുറേ പേര് ഇരുന്ന് കാണുകയും ചെയ്യും. നിങ്ങളിൽ ആർക്കെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ പോയിട്ട് സ്റ്റാർട്ട് വൺ അക്കൗണ്ട് ആൻഡ് ഫോളോ മീ കേട്ടോ. ഇൻസ്റ്റഗ്രാമിൻ്റെ ഇൻസ്റ്റാ ഹാൻഡിൽ എന്താണെന്ന് വെച്ചാൽ AGA_അരവിന്ദ് എന്നാണ്. അതായത് AGA എന്നടിക്കുക. സെർച്ച് ചെയ്യുമല്ലോ നമ്മൾ ആളെ അറിയാൻ വേണ്ടി. അപ്പോൾ AGA എന്ന് അടിക്കുമ്പോൾ തന്നെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ആഗാസ് അഥേന ടോക്സിൻ്റെ ഒരു ഓളും പിന്നെ ഞാനിങ്ങനെ ഒരു പോഡ്കാസ്റ്റ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന പോലത്തെ ഒരു AI പിക്ചറുമാണ് ഞാൻ അതിൻ്റെ ഇതായിട്ടിട്ടിരിക്കുന്നത്. ഡിസ്പ്ലേ പിക്ചറായിട്ടിട്ടിരിക്കുന്നത്. ഇതിനകത്തും അതാണ് ആഗാസ് അഥേന ടോക്സ് എന്നാണല്ലോ എൻ്റെ ആ സിമ്പിൾ വരുന്നത്. അതേപോലെ വരും അത് അവിടെ ആഗാന്ന് അടിക്കുമ്പോൾ. സോ മഞ്ഞ കളറിൽ വരും. അപ്പോൾ അതിൽ പ്രസ് ചെയ്ത് നോക്കുക, പിന്നെ ഞാനതിലുണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ട്രൈ ആൻഡ് സി. _ ആണ്, ഇങ്ങനെ ഡാഷ് ഇടരുത്. _ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണുണ്ടല്ലോ, 1 2 3 എന്ന് പറഞ്ഞാൽ അതിനകത്ത് _ ഉണ്ട്. ഇങ്ങനെ ഒരു ഡാഷ് പോലെ താഴെ ഉണ്ടാവും. ആകാന്ന് എഴുതിയിട്ട് ഇങ്ങനെ അടിയിൽ വരയിട്ട പോലെ ചെറുതായിട്ട് സ്പേസിൻ്റെ അവിടെ ഇങ്ങനെ അടിയിൽ വരയിട്ട പോലെ അരവിന്ദ്. പിള്ളേർക്ക് മനസ്സിലാവും. നിങ്ങൾ കുട്ടികളോട് പറയും, അവർ എടുത്തു തരും. ARVIND ആണ് എൻ്റെ സ്പെല്ലിങ്. സോ ഇത് നോക്കൂ, നമ്മുടെ ഓറ ക്രിയേഷൻസ് ജേർണി ഇന്ന് തുടങ്ങൂ കേട്ടോ. പല കാര്യങ്ങളും നമ്മൾ തന്നെ തുടങ്ങിയാൽ മാത്രമാണ് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. സോ ചിയേഴ്സ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതിലേ കടന്നു പോകുന്നവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്